ഹലോ ഗൈസ്, വന്ന് യൂട്യൂബ് ഇപ്പോൾ നമ്മുടെ വല്ല ട്രാവൽ വീഡിയോസോ അല്ലെങ്കിൽ ഈ ഷോപ്പിംഗ് വ്ളോഗ്സൊക്കെ എടുത്തിട്ട് അതൊക്കെ അപ്ലോഡ് ചെയ്താൽ മാത്രമേ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ എന്നൊരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മാത്രം സംഭവിക്കുന്നൊരു കാര്യം കേട്ടോ ഞാൻ ഈ പറയുന്നത്. ആദ്യമൊക്കെ വല്ല ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ എന്തെങ്കിലും പാചക പരീക്ഷണങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം തരക്കേടില്ലാണ്ട് റീച്ച് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ വന്ന് എന്തെങ്കിലും യാത്രകളൊക്കെ പോകൂ, ആ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യൂ, വേണമെങ്കിൽ ഞാനത് റെക്കമെൻഡ് ചെയ്യാം എന്നൊരു തീരുമാനം യൂട്യൂബ് മുതലാളി എടുത്തിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ, നമ്മൾ തളരില്ല, ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിപ്പോൾ ഒരു മൺഡേ ആണ് കേട്ടോ. സാധാരണ മൺഡേയ്സ് ഞാനങ്ങനെ വീഡിയോസ് എടുക്കൽ കുറവാണ്, കാരണം എല്ലാം കൂടി ഒരു മടി പിടിക്കലും തിരക്കും എല്ലാം കൂടി ഉള്ളൊരു ദിവസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ഓഫീസിലും പോകണം, എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് താല്പര്യവും ഉണ്ട്. അപ്പം എന്തോ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ട്രിഗർ കിട്ടിയിട്ട് അങ്ങ് എടുക്കുക. അങ്ങനെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അപ്പത്തിൻ്റെ മാവ് അങ്ങോട്ട് പുളിച്ച് പൊങ്ങിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇന്നത്തെ അപ്പം ഫ്ലോപ്പാണ് എന്നുള്ളൊരു വാസ്തവം ഞാൻ പതിയെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാനും ചേനൊക്കെ ഇത് എങ്ങനെയൊക്കെ കഴിക്കും. കിച്ചൂസ് കഴിച്ചില്ല, ഒന്നാമത്തെ തന്നെ രാവിലെ അവൾ വലുതായിട്ട് ഫുഡ് കഴിക്കത്തില്ല. അപ്പോൾ ഇത് ഇനിയിപ്പോൾ അപ്പം ഫ്ലോപ്പും കൂടെ ആയ സ്ഥിതിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ അതിനകത്തേക്ക് മാവിനകത്തേക്ക് കുറച്ച് സോഡാപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സിയിൽ കറക്കിയിട്ട് ഒഴിച്ച് നോക്കി. അങ്ങനെ പല ഷേപ്പിലും പല രീതിയിലുമൊക്കെ ചുട്ടെടുത്തു. അപ്പോൾ ഉള്ളതിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നതൊക്കെ ഉള്ള അപ്പങ്ങളെ ഞാൻ പറക്കിയെടുത്തിട്ട് കിച്ചനൊരു 3 കൊടുത്തു. വലിയ കുഴപ്പമില്ലാണ്ട് 2 അവൾ അകത്താക്കി. അല്ല, അപ്പത്തിനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരു ചിറാപ്പുഞ്ചി എഫക്റ്റ് ആണല്ലോ, ഫുൾ ടൈം മഴയല്ലേ. അപ്പോൾ ഈ തണുപ്പ് കാലാവസ്ഥയിൽ നമ്മൾ മാവ് പൊങ്ങിയില്ലെന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ചിട്ട് ഈസ്റ്റ് ചേർക്കാം. ഇന്നത്തെ രാവിലത്തെയും ഉച്ചക്കത്തെയൊക്കെ പരിപാടിക്കുള്ള കാര്യങ്ങളെല്ലാം എളുപ്പമാണ് കേട്ടോ. കാരണം ഇന്നലെ സൺഡേ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പം അപ്പത്തിൻ്റെ മാവ് മാത്രം ചെയ്തു വെച്ചു, പിന്നെ കറി ബാക്കി വന്നതെടുത്തു. പിന്നെന്താ, ഉച്ചക്കത്തേക്കുള്ള കറിയും ഇന്നലെ ചെയ്തതിൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കാര്യങ്ങളൊക്കെ കുറച്ച് ഞാൻ വിചാരിച്ചതിനേക്കാളും എളുപ്പമാണ്. അപ്പോൾ ഇനി കിച്ചൂസിന് കൊണ്ടുപോകാനായിട്ട് ആപ്പിൾ സാലഡ് ഉണ്ടാക്കുവാണ്. അങ്ങനെ എന്തായാലും അടുക്കളയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു. കിച്ചൂസിനെ നമ്മൾ സ്കൂളിൽ കൊണ്ടുവിട്ടു, ഞാനല്ല ഇച്ചയും കൊണ്ടുവിട്ടു. ഇനിയിപ്പോൾ ഞാൻ ഓഫീസിൽ പോകാനായിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ കുറച്ച് സിറമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുവാണ്. കുറച്ച് കുരുക്കൾ വന്നിട്ടിങ്ങനെ പാട് മുഖത്ത് അധികം ഉണ്ട്. അപ്പോൾ അത് പോകും എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ഇങ്ങനെ കുറച്ച് നാളായിട്ട് ഇട്ടുകൊണ്ടിരിക്കുവാണ്. എന്തായാലും പുതിയ കുരുക്കളൊന്നും വരുന്നില്ല, പക്ഷേ വന്നതൊക്കെ പോവില്ല എന്നുള്ളത് എന്തായാലും കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോൾ അറിയാം. ഹായ് സുന്ദരി, ഞാൻ എന്നെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ള പേരാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി കയ്യിലൊരു വാച്ചും കൂടെ കെട്ടിയിട്ട് നമുക്ക് വേഗം ഓഫീസിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, രാവിലത്തെ ഒരു ഓട്ടപ്പാച്ചിൽ വീഡിയോ ആയതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ. ഞാനിപ്പോൾ ഓഫീസിലെത്തി. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ കണ്ടും ആസ്വദിച്ചുമൊക്കെ നടന്ന് പതിയെ ബിൽഡിങ്ങിലെത്തും, പിന്നെ പണി തുടങ്ങും. വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ടൊരു ചെറിയ മടിയൊക്കെ ചില സമയത്ത് തോന്നുമെങ്കിലും ഇവിടെ നിന്ന് എത്തിക്കിട്ടിയുണ്ടല്ലോ, ഭയങ്കര ഒരു വൈബാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടാൽ തന്നെ നമ്മുടെ മൈൻഡും എല്ലാം, നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ടെൻഷനൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മൂഡൊന്നും ശരിയല്ലാണ്ടാണ് രാവിലെ ഇങ്ങോട്ട് വരണമെങ്കിൽ പോലും ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ, ഈ ഒരു വാക്ക് ഇത്രയും മതി.
ഇത് തന്നെ നമ്മുടെ മൈൻഡിന് ഭയങ്കര ഒരു എന്താ പറയുക ഒരു റിഫ്രഷിങ് ആണ്. അപ്പോൾ ശരി ഗൈസ്, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.